ശ്രീ ഹരികുമാർ, ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാന നോട്ടമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രധാന പ്രതിപക്ഷമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുകൂല ഘടകങ്ങളുണ്ട്. ഇതെല്ലാം ഈ കോർപ്പറേഷൻ പിടിക്കുന്നതിന് കൂടുതൽ സാധ്യതയുണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന നിയമസഭാ മണ്ഡലങ്ങൾ ഭൂരിപക്ഷത്തിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP NDA വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്നേറ്റം, ആ ഒരു വോട്ട് വർധനവ് അത് ഈ വരുന്ന നമ്മുടെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ശക്തമായിട്ടത് പ്രതിഫലിക്കും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയൊരു മാർജിനിലാണ് BJP NDA സഖ്യം പ്രതിപക്ഷത്തേക്ക് പോയത്. 34 സീറ്റ് വരെ നേടി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ UDF ആയിരുന്നാലും LDF ആയിരുന്നാലും അവർ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് BJP ഭരണം പിടിക്കുന്നതിൽ നിന്ന് അവർക്ക് BJPയെ തടയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഈ ഒരു അനുകൂല ഘടകങ്ങൾ, അതിലുപരിയായി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, കൂടുതൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് ദൈനംദിനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ ആ തരത്തിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം, ഇത് ഭയന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടത് ഈ നഗരസഭയിലെ പല വാർഡുകളെയും ഛിന്നം ഭിന്നമായി അതിനെ വെട്ടിമുറിച്ച് ഏത് തരത്തിൽ LDFന് വീണ്ടും അധികാരം പിടിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാമെന്നുള്ള ഒരു വലിയൊരു പഠനം അത് ഈ ഒരു ഭീതിയിൽ നിന്നുണ്ടായതാണ്. NDA തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്നുള്ള ആ ഒരു ഭയത്തിൽ നിന്നാണ് ഈ ഒരു വലിയൊരു വാർഡ് വിഭജനം തന്നെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ NSSഉം SNDPയുടെയും ആ രണ്ട് സമുദായങ്ങളുടെയും നേതാക്കന്മാർ അങ്ങനെ തന്നെ പറയുകയാണ്. അണികൾ അങ്ങോട്ടേക്ക് മാറിയോ ഇല്ലയോ എന്നുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവരങ്ങോട്ടേക്ക് ഭരണപക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്നത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കും. അല്ലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ സാമുദായിക സംഘടനകൾ SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും, അപ്പോൾ ഇവർ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. അപ്പോൾ അത് ആ ഒരു വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ട്. അപ്പോൾ അതിനകത്ത് NSSനകത്ത് തന്നെ ആ സാമുദായിക സംഘടന ഇതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് കരുതുന്നില്ല. എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞല്ല, ശബരിമല വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് അതിനകത്ത് പിണറായി വിജയനെ അതെനിക്ക് തോന്നുന്നു അത് NSS പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറി പങ്കെടുക്കുമ്പോഴും NSSൻ്റെ ജനറൽ സെക്രട്ടറി അല്ല അതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. NSSൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. അപ്പോൾ NSS അതിനകത്തേക്ക് പൂർണ്ണമായി ഇൻവോൾവ് ആയി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. SNDPയെ സംബന്ധിച്ച് BDJS വളരെ ശക്തമായിട്ട് ഇന്ന് NDAയുടെ ഭാഗമായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ അതേ സംബന്ധിച്ചപ്പോൾ വലിയൊരു ആശയക്കുഴപ്പം വരുമെന്ന്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ പ്രസ്താവനകളുടെ പേരിൽ ഇടതുപക്ഷം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ UDFും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ് UDFും. പക്ഷേ ആ കാര്യങ്ങൾ എളുപ്പമില്ല. ഇപ്പോൾ തന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് NSSും ആയിരുന്നാലും SNDP ആയിരുന്നാലും അവർ ഇതിനകത്ത് ഭക്തജനങ്ങളുടെയും അവരുടെ അംഗങ്ങളുടെയും എല്ലാം പൊതുവായിട്ടുള്ള വികാരം കുറച്ചുകൂടി മനസ്സിലാക്കി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. എന്നിരുന്നാൽ ഓരോ സാമുദായിക സംഘടനകൾക്കും കാലാനുസൃതമായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പുറത്ത് കാണുന്ന പല പ്രതികരണങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ഈ ഒരു കാര്യത്തിൽ പോലും ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയാൽ അത് അതിനകത്തുള്ള സഭാംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിശ്വാസികളെയൊക്കെ അവർക്ക് മുറിവേൽക്കുന്നു അല്ല മനസ്സിന് മുറിവേൽക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലപാടുകൾ നേതൃത്വങ്ങൾ തിരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ കേന്ദ്ര തലത്തിൽ NDA തലത്തിലുള്ള നേതാക്കൾ ഈ സാമുദായിക നേതാക്കളുമായിട്ട് കൂടി മെനഞ്ഞാന്ന് തന്നെ നമ്മുടെ
മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ SNDP ജനറൽ സെക്രട്ടറിയോട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ BJPയുടെ നേതാക്കൾ വരും ദിവസങ്ങളിൽ NSSമായിട്ടൊക്കെ ഈ വിഷയത്തിൽ ചർച്ച നടത്തപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ യാതൊരു ഭയവുമില്ല. ജനങ്ങൾ ഇന്ന് NDAക്കൊപ്പമാണ്. ഈ പറഞ്ഞ വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള ഇനി അനുബന്ധമായിട്ടുള്ള നിരവധി വികസനങ്ങൾ ഈ തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന കോർപ്പറേഷൻ ഭരണത്തിലൂടെ നിരവധി വികസനം ഈ തലസ്ഥാനത്ത് വന്നു ചേരേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി NDAക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ശിവസേനയുടെ പൂർണ്ണ വിശ്വാസം. ഈ SNDPയുടെ വോട്ടൊക്കെ തന്നെ CPMൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് CPMന്റെ പാർട്ടി സെക്രട്ടറി തന്നെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിശ്വാസികളോടൊപ്പമാണ് എന്നിവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. അതിന് ഏത് തരത്തിൽ BJP തടഞ്ഞ് ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ മേൽക്കൈ നേടുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, ഈ പാർട്ടി പല സമയത്ത് ഇതുപോലെയുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പല മേഖലകളിലും ഈ CPMൻ്റെയും CITയുടെയും പ്രവർത്തകർ അവർ വളരെ ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളും കാവുകളെല്ലാം സംരക്ഷിക്കുന്നവരാണ് പല മേഖലകളിലും. അപ്പോൾ അത് പാർട്ടി ഇപ്പോൾ അത് ജനങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തകരുടെ നിലപാടിലേക്ക് പാർട്ടിക്ക് മാറേണ്ടി വരുന്നു. നേരത്തെ തന്നെ ആര്യനാട് എന്നൊരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ മറ്റോ ശബരിമലയിലേക്ക് അയാൾക്ക് താക്കീത് കൊടുത്തു, ഇടിമുടിക്കെട്ട് കെട്ടി പോയത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പണ്ട് നമ്മുടെ ആ ഒരു ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ്റെ ഒരു മനപരിവർത്തനമാണ് ശ്രീ പിണറായി വിജയന് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു ദിവസം വളരെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ഈ ഒരു ആധ്യാത്മിക പാതയിലേക്ക് കടന്നു വരുന്ന പിണറായി വിജയനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആ ശ്രീനിവാസനാണ് വരുന്നത്. അപ്പോൾ LDFനെ സംബന്ധിച്ച് കടുത്ത ആശങ്കയുണ്ട്. അവർക്ക് ഭരണം ഇങ്ങനെ പോയാൽ പിടിക്കാൻ സാധിക്കുമോ? BJPയുടെ NDAയുടെ വളർച്ച ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് നേരത്തെ മന്ത്രിമാരുണ്ടായിരുന്നു. UDFൻ്റെ കാലത്ത് കൂടുതൽ മന്ത്രിമാരുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ജോർജ് കുര്യനും അതുപോലെ തന്നെ ശ്രീ സുരേഷ് ഗോപിയും. അപ്പോൾ ഇവരെല്ലാം നേരത്തെ തന്നെ BJP ഇദ്ദേഹത്തെ രാജ്യസഭാ സീറ്റ് നൽകി ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാർട്ടി നൽകിയ പിന്തുണയോടുകൂടിയുള്ള ജനകീയ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിലുള്ള പ്രവർത്തനവും നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി ഇന്ന് ലോക്സഭയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ എത്തിച്ച് അദ്ദേഹത്തെ മന്ത്രിയായിട്ട് കേരളത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിനെ ഒപ്പം ചേർത്തുകൊണ്ട് കേരളത്തിൽ നിയമസഭയിൽ നമുക്ക് NDAക്ക് ഒരു നിലവിൽ ഒരു MLA പോലും ഇല്ലെങ്കിലും NDA കേന്ദ്ര നേതൃത്വത്തിന് നിലപാട് കേരളത്തെ ഒഴിവാക്കാതെ വികസനത്തോടൊപ്പം ചേർത്ത് നിർത്തുക, കേരളത്തിലെ ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്താനുള്ള ശക്തമായിട്ടുള്ള നടപടികളും കാര്യപരിപാടികളുമായിട്ടാണ് NDA നേതൃത്വവും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ എന്ത് വികസന കാര്യങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ? കാരണം നമുക്കറിയാം തിരുവനന്തപുരത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ MPമാരൊക്കെ തന്നെ ഒരിക്കലും നമുക്കറിയാം വിഴിഞ്ഞം പോലും നമുക്ക് നേടിയെടുത്തത് ഈ സമീപ സമയത്താണ്. ഇതൊക്കെ എത്രയോ മുൻപേ തന്നെ നേടിയെടുക്കേണ്ടതായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിന് നിരവധി വികസന സാധ്യതകളുള്ള ഒരിടമാണ്. നമ്മൾ മെട്രോയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ആദ്യം ലൈറ്റ് മെട്രോയിൽ തുടങ്ങി, ഇപ്പം അതിൻ്റെ DPR എല്ലാം പൂർത്തിയായി എന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അല്ല, കേരളത്തിൽ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ വികസനം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജഭരണകാലത്ത് ദിവാൻ സർ CPയുടെ ആ ഒരു വീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിട്ടുള്ള വികസനമാണ് ഇന്ന് തലസ്ഥാനത്ത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വലിയ മഴ പെയ്തു. ഒറ്റ മഴയിൽ തലസ്ഥാനം ഒരു രാത്രി കൊണ്ട്
വെള്ളത്തിൽ മുങ്ങിത്തായിരുന്ന സ്ഥിതിയാണ് കണ്ടത്. ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ശാസ്ത്രീയമായ പരിഹാരമുണ്ട്. ഇടക്കാലത്ത് ശ്രീ ജിജി തോംസന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഓപ്പറേഷൻ അനന്ത എല്ലാം നടത്തി. പക്ഷെ ഇന്നും പല മേഖലയിലും കയ്യേറ്റമുണ്ട്. ഉൾമേഖലകളിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നമ്മുടെ പൊതു ഓടകളും പൊതുവഴികളുമെല്ലാം അടച്ച് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ നിരവധി നമ്മുടെ ഈ തലസ്ഥാനത്തിന്റെ മുക്കിന്റെ താഴെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ഇതൊന്നും ആരും പരിശോധിക്കുകയാണെങ്കിൽ മൗനാനുഭവത്തോടു കൂടി നടക്കുന്നു. അപ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ആയിരുന്നാലും ശ്രീചിത്ര ആയിരുന്നാലും വിവിധ ആശുപത്രികൾ പുതുതായിട്ട് ഇപ്പോൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജിയും മറ്റ് സ്ഥാപനങ്ങളും ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രണ്ടാമത് വീണ്ടും പ്രവർത്തനക്ഷമമായി വന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വികസനം വരുന്നില്ല. അപ്പോൾ വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാക്കൾ തലസ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ കേരളം ഭരിച്ച 56-ൽ ഈ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഭരിച്ച ഒരു നേതാവും തലസ്ഥാനത്തിനെ ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമുക്ക് കാണാം, അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ കാണാം. ഈ ഇത്രയും ആ ഒരു മോശമായിട്ടുള്ള സ്ഥിതിയിലുള്ള ഒരു എന്താണ് ക്യാപിറ്റൽ സിറ്റി, തലസ്ഥാന നഗരം നമുക്ക് ഒരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ എന്താണ് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തിരുവനന്തപുരത്ത്, അത് ഇവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെ വിവിധ സംഘടനകൾ അതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ 2009 ഇവിടെ വലിയൊരു പ്രക്ഷോഭം നടന്നു, തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് വരണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഇവിടെ ഇന്ന് നിലനിൽക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഹൈക്കോടതിയുടെ കോംപ്ലക്സ് കളമശ്ശേരിയിലേക്ക് മാറ്റുകയാണ്. ആ സമയത്ത് തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് വരുന്ന കാര്യം അതോടൊപ്പം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ എയിംസിനെ പറ്റി ഒരു ചർച്ചകളൊക്കെ, തിരുവനന്തപുരത്ത് എയിംസ് വന്നാൽ അത് വളരെ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അതേ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തലസ്ഥാന ജില്ല, ഇപ്പോൾ എറണാകുളവും മറ്റു മെട്രോപൊളിറ്റൻസ്, നമുക്കിപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ, അതുപോലെ കർണാടക ബാംഗ്ലൂർ സിറ്റി, ഇവിടെയുള്ള വളർച്ച കാണുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം വളരെ പുറകിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മഹാരാഷ്ട്ര മന്ത്രി, അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടുത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് വളരെ ട്രാഫിക് ഫ്രീ ആണല്ലോ, വളരെ ചെറിയ നഗരമാണല്ലോ. അപ്പോൾ ഇത് പഴയ മഹാരാജാവിൻ്റെ കാലത്ത് അന്നത്തെ ആ വികസന കാഴ്ചപ്പാടിൽ നടത്തിയ ആ വികസനത്തിനപ്പുറത്തേക്ക് തലസ്ഥാനത്ത് ഒരു വികസനവും നടന്നിട്ടില്ല. ആ ഒരു വികസനം കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് NDA BJP സഖ്യം ഈ കേരളത്തിലും ഏറ്റെടുക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.